നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മാക്സിമത്തിലും മിനിമത്തിലും ഒന്നുകിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ വിൽ നോട്ട് ബി ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് തിയറം. നോക്കിക്കോളൂ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ ഐ. സപ്പോസ് സി എലമെൻറ്റ് ഓഫ് ഐ ബി എനി പോയിൻറ്റ്. If f has a local maxima or a local minima at x equal to c, then either f dash of c equal to 0 or f is not differentiable at c. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കാം. മാക്സിമത്തിലും മിനിമത്തിലും ഒന്നുകിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആ പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ശരിയാണോ നോക്കാം. കോൺവേഴ്സ് എന്തായിരിക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ പോയിൻറ്റിൽ മാക്സിമോ അല്ലെങ്കിൽ മിനിമോ ഉണ്ടാവുന്നതാണല്ലോ അതിൻ്റെ കോൺവേഴ്സ്. പക്ഷേ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നെടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് 3x² ആണ്. ബട്ട് എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവണ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാലറിയാം ഇൻക്രീസിങ് ആണ്, റൈറ്റ് സൈഡിലേക്ക് നോക്കിയാലും ഇൻക്രീസിങ് ആണ്. അതായത് 0 എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് മാക്സിമോ അല്ല, പോയിൻ്റ് ഓഫ് മിനിമോ അല്ല. അങ്ങനത്തെ പോയിൻറ്റ്സിനെ പറയണതാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് not a point of local minimum. Such points are called point of inflection. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സോ അല്ലെങ്കിൽ എഫ് നോട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സോ ആണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പോയിൻറ്റ്സ് അറ്റ് വിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് is 0 or it is not differentiable at that point are called critical points. ഇനി നമുക്കൊരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ ഐ ആൻഡ് ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിൻ്റ് സി ഇൻ ഐ. Then number 1, if f dash of x changes sign from positive to negative as x increases through c. That is, if f dash of x is greater than 0 at every point close to and to the left of c, and f dash of x less than 0 at every point close to and to the right of c, then c is the point of local maxima. അതാണ് പറയുന്നത്. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് 0 കിട്ടണ ഒരു പോയിൻ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന പോയിൻറ്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0യും തൊട്ട് റൈറ്റ് കിടക്കുന്ന പോയിൻറ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0യും ആണെങ്കിൽ സി എന്ന് പറയണത് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിരിക്കും. കാരണം ലെഫ്റ്റിൽ ഇൻക്രീസ് ചെയ്തിട്ട് റൈറ്റിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് എന്തായാലും ലോക്കൽ മാക്സിമ വരുന്ന പോയിൻ്റ് ആയിരിക്കും. ഇനി ബി, ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി. That is, if f dash of x less than 0 at every point close to and to the left of c, and f dash of x greater than 0 at every point close to and to the right of c, then c is a point of local minimum. ഇതിൽ പറയണത് ഇതാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ടുള്ള പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന പോയിൻറ്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0യും തൊട്ട് റൈറ്റിൽ കിടക്കുന്ന പോയിൻറ്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ സി എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ആയിരിക്കും. കാരണം ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഡിക്രീസിങ്ങും റൈറ്റിൽ ഇൻക്രീസിങ്ങും ആണെങ്കിൽ ആ പോയിൻറ്റിൽ എന്തായാലും ലോക്കൽ മിനിമം ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി തേർഡ്, if f dash of x does not change sign as x increases through c, then c is neither a point of local maxima nor a point of local minima. Such a point is called point of inflection. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും സൈൻ ചേഞ്ച് ചെയ്യണേ ഇല്ല. അതായത് ഒന്നുകിൽ രണ്ടും പോസിറ്റീവാണ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവാണ്. അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ ആ പോയിൻ്റ്
പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം അല്ല, പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം അല്ല. ഇറ്റ് ഈസ് കോൾഡ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടാവും, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കാണാം. എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ നിങ്ങൾ നോക്കണം. ലെഫ്റ്റിൽ പോസിറ്റീവും റൈറ്റിൽ നെഗറ്റീവും ആണെങ്കിൽ ആ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിരിക്കും. അതുപോലെ ലെഫ്റ്റിൽ നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ആയിരിക്കും. ഇനി ലെഫ്റ്റിലും റൈറ്റിലും നോക്കുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യണേയില്ല, സെയിം സൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കാണുന്ന പ്രോബ്ലംസ് ചെയ്യാം. Question number 1. Find all points of local maxima and local minima of the function f of x equal to x cube minus 3x plus 3. അപ്പോൾ ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 3, 3 ഔട്ട്സൈഡ് എടുത്താൽ 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി ഫാക്ടറൈസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എഴുതി വയ്ക്കുക, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കാണുക, അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുവയ്ക്കണം. ഇനി ഫസ്റ്റ് എക്സ് ഈക്വൽ ടു -1 എന്നുള്ള പോയിൻ്റ് എടുക്കാം. അതിൻ്റെ ലെഫ്റ്റിലെ പോയിൻറ്റിലും റൈറ്റിലെ പോയിൻറ്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ നമ്മൾ നോക്കണം. അപ്പോൾ ലെഫ്റ്റിലെ പോയിൻ്റ് -1.1 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -1.1 നോക്കുക. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൽ -1.1 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 3 ഓൾറെഡി പോസിറ്റീവാണ്. -1.1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. അതുപോലെ രണ്ടാമത്തെ ഫാക്ടർ എക്സ് മൈനസ് 1ൽ -1.1 മൈനസ് 1 എന്ന് പറയുമ്പോൾ അതും നെഗറ്റീവാണ്. രണ്ട് നെഗറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ >0 എന്ന് വരും. ഇനി റൈറ്റ് സൈഡിലെ പോയിൻ്റാണ് -0.9. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -0.9 കാണുമ്പോൾ 3 പോസിറ്റീവാണ്. എക്സ് പ്ലസ് 1ൽ എക്സിന് -0.9 എന്ന് കൊടുക്കുമ്പോൾ 1 മൈനസ് 0.9 അത് പോസിറ്റീവാണ്. ഇനി എക്സ് മൈനസ് 1ൽ -0.9 കൊടുത്താൽ നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ <0 എന്ന് വരും. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ >0യും റൈറ്റ് സൈഡിൽ <0യുമാണ് സിമ്പിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യണേ. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 ഇസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് -1 കാണാം. അതായത് എഫ് ഓഫ് എക്സിൽ എക്സിന് -1 എന്നുള്ള വാല്യൂ കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി കൺസിഡർ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ അത് 1ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ നോക്കണം. സിമ്പിൾ മാത്രം നോക്കിയാൽ മതി, വാല്യൂ കൃത്യം കാണണമെന്നൊന്നുമില്ല. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0.9 അപ്പോൾ അത് <0 വരും. എഫ് ഡാഷ് ഓഫ് 1.1 അപ്പോൾ അത് >0 വരും. ദർഫോർ ഡിക്രീസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ദർഫോർ എക്സ് ഈക്വൽ ടു 1 ഇസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. ഇനി ലോക്കൽ മിനിമം വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിൽ 1 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് 1 ഈക്വൽ ടു 1. അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ 5ഉം ലോക്കൽ മിനിമം വാല്യൂ 1ഉമാണ്. ഇവിടെ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടാൽ മതി, പക്ഷെ നമ്മൾ മാക്സിമം വാല്യൂയും മിനിമം വാല്യൂയും കൂടിയും എഴുതിയിട്ടുണ്ട് കേട്ടോ. Now second question, find all points of local maxima and local minima of the function f of x equal to 2x cube minus 6x square plus 6x plus 5. തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6x square minus 12x plus 6. Now take 6 outside, then we get 6 into x square minus 2x plus 1. But x square minus 2x plus 1 is x minus 1 whole square. Therefore we get 6 into x minus 1 whole square. Now find the critical point. F dash of x equal to 0 implies x is equal to 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് 1ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സിമ്പൽ നോക്കണം.
ഇനി എഫ് ഡാഷ് ഓഫ് 0.9 1ൻ്റെ ലെഫ്റ്റിലെ പോയിൻറ്റിൽ സിമ്പൽ നോക്കാം. അപ്പോൾ x-1 ആയ കാരണം എന്തായാലും അത് പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0. അതേപോലെ റൈറ്റിലെ പോയിൻറ്റിൽ നോക്കാം. എഫ് ഡാഷ് ഓഫ് 1.1 അവിടെ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല, ലെഫ്റ്റിലും റൈറ്റിലും പോസിറ്റീവാണ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. അപ്പോൾ x=1 ഈസ് നൈദർ എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ നോർ എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. ദെൻ x=1 ഇസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ലോക്കൽ മാക്സിമം വരുന്ന പോയിൻറ്റും അല്ല, ലോക്കൽ മിനിമം വരുന്ന പോയിൻറ്റും അല്ല. അപ്പോൾ അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ.